ഹേ ഗൈസ്, ഞാൻ റാസി. നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നൊരു ബ്രോ കുറച്ച് ദൂരെ നിന്ന് കൊണ്ടുവന്നൊരു വണ്ടിയാണിത്. D4D ഡീസലാണ് കേട്ടോ. ഓക്കെ, കൊറോള. അപ്പോൾ നമ്മളിതിൻ്റെ ഇൻസ്പെക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ എഞ്ചിൻ ഓയിൽ ഓൾറെഡി ഇവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അടുത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ നമ്മൾ മെയിനായിട്ട് ചെക്ക് ചെയ്യുക എഞ്ചിൻ ഓയിൽ, കൂളൻ്റ്, ഗിയർ ഓയിൽ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ കൂളൻ്റ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് കുറച്ച് മുമ്പ് നമ്മൾ മാറിയൊരു ഹോസാട്ടോ. അതായത് ഈ പച്ചവെള്ളത്തിൽ ഓടിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെയായി വരും നമ്മുടെ മീൻസ് മെറ്റൽ പൈപ്പുകൾ കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയുന്നുണ്ട് പ്രോപ്പറായിട്ട്. മാത്രമല്ല ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിച്ച് നമ്മളിത് ഫ്ലഷും ചെയ്യും. അതിൻ്റെ ശേഷമായിരിക്കും കൂളൻറ്റിലേക്ക് മാറും കേട്ടോ. പിന്നെ നമ്മളിതാ ഇവിടെ ബ്രേക്സ് നോക്കുന്നുണ്ട്. ബ്രേക്സ് നോക്കുന്ന സമയത്ത് നമ്മൾ ഈ ബ്രേക്ക് ഡൗൺ ആവാനുള്ള മെയിൻ റീസൺ അധികവും ബ്രേക്ക് പാഡൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോഴായിരിക്കും പെട്ടെന്ന് സ്ക്രാച്ച് ആയ സൗണ്ട് വരിക. പിന്നെ നമ്മൾ ആ പാഡ് കിട്ടുന്ന സ്ഥലവും വർക്ക്ഷോപ്പും ഒക്കെ തപ്പി നടക്കേണ്ടി വരും. നമ്മുടെ സമയം വേസ്റ്റായി, പൈസയൊക്കെ വേസ്റ്റ് ആവും. അപ്പം നമ്മൾ ഈ സർവീസിന് കയറുന്ന സമയത്ത് ബ്രേക്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ബ്രേക്ക് നോക്കിയാൽ ഇത് കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ റോട്ടർ കാര്യങ്ങളൊന്നും സ്ക്രാച്ച് ആയിട്ടൊന്നുമില്ല. ബ്രേക്ക് പാഡ് തീർന്നിട്ടില്ല കേട്ടോ ഫ്രണ്ടിൽ. നമുക്കിനി ബാക്കും കൂടെ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ നമ്മൾ ഓവറോൾ നമ്മൾ ഈ കാറിനെ ടോട്ടലി ചെക്ക് ചെയ്യുന്നതായിരിക്കും. അതുപോലെ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് ബ്രേക്സ് നമ്മൾ പേപ്പർ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഇത് കുറച്ച് പഴക്കമുള്ളൊരു പാഡാണ്. പിന്നെ നമ്മൾ ബാക്കിലെ ബ്രേക്ക് നോക്കിയ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ വണ്ടി ചെക്ക് ചെയ്യുന്നതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അതായത് ബാക്കിലെ ബ്രേക്ക് തീർന്നിരിക്കുക. അതായത് മീൻസ് വളരെ കുറഞ്ഞ പാഡ് മാത്രമേ ഉള്ളൂ. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 500 കിലോമീറ്ററിൻ്റെ അകത്ത് അല്ല 1000 കിലോമീറ്ററിൻ്റെ അകത്ത് ഇത് സൗണ്ട് വരും കേട്ടോ. പക്ഷേ ഇത് ഒരു സൈഡ് മാത്രം തീർന്നു പോകാനുള്ള കാരണം കാലിപ്പർ പിന്ന് ജാമാണ്. അപ്പോൾ നമ്മളത് മാറുന്നുണ്ട് കേട്ടോ. നമ്മൾ ഡെൽഫിയുടെ പാഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ കൊറോളയുടെ പാഡ് വേറെ ബ്രാൻഡുകളൊക്കെ മേടിക്കുമ്പോൾ നല്ല റേറ്റ് വരും. പക്ഷേ ഡെൽഫി കുറവാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും. ഓക്കെ, അതുപോലെ നമ്മൾ ഇതിൻ്റെ എയർ ഫിൽറ്റർ നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, എയർ ഫിൽറ്റർ കുറച്ച് പഴയതാണ്. അപ്പോൾ നമ്മൾ ഡീസൽ വണ്ടികളുടെ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ ഈ എയർ ഫിൽറ്റർ, ഡീസൽ ഫിൽറ്റർ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇതിൻ്റെ ഡീസൽ ഫിൽറ്ററൊക്കെ ഓൾറെഡി മാറിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ഫിക്സ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ കൂളൻ്റ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് റിസ്ക് ഉണ്ട് നമുക്ക്. കാരണം ചെറിയ വാഹനങ്ങൾ, ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ ആൾട്ടോ, വാഗണറൊക്കെ പോലെയുള്ള വാഹനങ്ങളാണെങ്കിൽ നമുക്ക് അധികം പണിയില്ല കേട്ടോ, പെട്ടെന്ന് മാറ്റാൻ വേണ്ടി പറ്റും. പക്ഷേ ഇത് കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡ്രൈൻ പ്ലഗ് നമ്മൾ തിരിച്ചിട്ടു. അപ്പോൾ ഇനി നമ്മൾ ഇതിൽ ഡിസ്റ്റിൽ വാട്ടർ ഉപയോഗിച്ച് ഫ്ലഷൊക്കെ ചെയ്തു കേട്ടോ. നമ്മൾ ജസ്റ്റ് സെയിം പ്രോസസ്സാണ്. ഡിസ്റ്റിൽ വാട്ടർ അകത്തേക്ക് ഒഴിക്കും, വണ്ടി നന്നായിട്ട് ഹീറ്റ് ചെയ്യും. അങ്ങനെ 1-2 തവണ നമ്മൾ റിലീസ് ചെയ്ത ശേഷമാണ് നമ്മൾ കൂളൻറ്റിലേക്ക് മാറ്റും കേട്ടോ. ഇപ്പോൾ ഞാൻ ഡിസ്റ്റിൽഡ് വാട്ടറിൽ കൂളൻറ്റ് മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ യൂസ് ചെയ്യുന്നത് ജെനുവിൻ കൂളൻ്റ് അല്ല. കാരണം 1-2 തവണ നമ്മൾ മീൻസ് കൂളൻറ്റും ഡിസ്റ്റിൽഡ് വാട്ടറും കൂടെ ആഡ് ചെയ്ത് ക്ലീൻ ചെയ്ത ശേഷമായിരിക്കും നമ്മളിത് ജെനുവലിലേക്ക് മാറ്റും. അതായിരിക്കും ബെറ്റർ. കാരണം വെള്ളത്തിൽ കുറച്ച് സമയം ഓടിയോണ്ട് തന്നെ അതൊന്ന് ക്ലീനായി വരാൻ എന്തായാലും സമയമെടുക്കും. വലിയ സിസ്റ്റമാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ കൂളൻ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിതിൻ്റെ ഡ്രെയിൻ വാൽവ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോറി, ഇതിൻ്റെ ബീഡിങ് വാൽവാണ്. നമുക്ക് എയർ ബീഡ് ചെയ്യാനുള്ള വാൽവ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നല്ല ക്ഷമ വേണ്ട ഒരു കാര്യമാണ് ഈ കൂളൻ്റ് ഫില്ല് ചെയ്യുക എന്നുള്ളത്. കാരണം ഇത് പതുക്കെ മാത്രമേ അകത്തേക്ക് ഇറങ്ങി പോവുള്ളൂ. നല്ല സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മളിതിൻ്റെ പിറകെ തന്നെ നിൽക്കണം കേട്ടോ. കാരണം ഇതിൻ്റെ അകത്ത് എന്താ സംഭവിക്കുന്നത്, എവിടെയെങ്കിലും എയർ കയറുന്നുണ്ടോ, കറക്റ്റ് ക്വാണ്ടിറ്റി അകത്തേക്ക് പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കണം. അല്ലെങ്കിൽ നമ്മുടെ വണ്ടി ഓവർ ഹീറ്റ് ആക്കാനും എൻജിൻ പണി വരെ വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് കൂളൻറ്റിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ആളുകൾ കെയർ ചെയ്യാതെ വിടുന്നൊരു സംഭവം കേട്ടോ. ഓയിൽ എല്ലാവരും മാറ്റും, പക്ഷേ അത് ജസ്റ്റ് ഒരു റേഡിയേറ്ററിൽ നമ്മൾ ഫ്രീ ആയി കിട്ടുന്ന വെള്ളമല്ലേ എന്ന് കരുതിയിട്ട് നമ്മൾ പച്ചവെള്ളം ഒഴിച്ചു വിടും. പക്ഷേ അത് ഭയങ്കര ഡേഞ്ചറാണ്. കാരണം അവസാനം ആകുമ്പോഴേക്കും മെക്കാനിക്സ് വരെ നിങ്ങളുടെ വണ്ടി നോക്കാതെയാവും. കാരണം ഒരുപാട് ലൈനും കാര്യങ്ങളെല്ലാം റെസ്റ്റായി വന്നു കഴിഞ്ഞാൽ മെക്കാനിക്സ് പൊതുവെ വണ്ടി നോക്കില്ല. കാരണം അവർക്കറിയാം അവർ ആ വണ്ടിയിൽ തൊട്ട് കഴിഞ്ഞാൽ അവർ പെടും. കാരണം പിന്നെ അവർക്ക് ഊരാൻ പറ്റില്ല. കാരണം ഒരുപാട് ഭാഗങ്ങൾ ലീക്കായിക്കൊണ്ടിരിക്കും. അതൊരു സത്യാവസ്ഥയാട്ടോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത്ര റിസ്ക് എടുത്ത് കൂളൻ്റ് കാര്യങ്ങളൊക്കെ മാറുന്നത്. ഇത് വലിയ പൈസ ചിലവുള്ള കാര്യമൊന്നുമല്ല ഈ കൂളൻ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ വീഡിയോസ് കാണുന്ന ആളുകളെങ്കിലും നിങ്ങളുടെ കാറിൽ കൂളൻ്റ് പ്രത്യേകം കെയർ ചെയ്യുക. അതുപോലെ തന്നെ എഞ്ചിൻ ഓയിലും. ഇപ്പോൾ നമ്മൾ എഞ്ചിൻ ഓയിലൊക്കെ മാറാൻ കുറച്ച് വൈകി കഴിഞ്ഞാലും നമുക്കത് ഫ്ലഷൊക്കെ ചെയ്തെടുത്ത് കഴിഞ്ഞാലും വലിയ കുഴപ്പമില്ലാതെ കൊണ്ടുപോകാം. പക്ഷേ കൂളൻ്റ് അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് കൂളൻ്റ് അകത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അതുപോലെ എഞ്ചിൻ ഓയിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. എഞ്ചിൻ ഓയിൽ ലെവലൊക്കെ പ്രോപ്പറാണോ എന്ന് നോക്കാം കേട്ടോ നമുക്ക്. അപ്പം എഞ്ചിൻ ഓയിൽ ഏകദേശം നമുക്ക് ആ സെക്കൻഡ് ഡോട്ട് വരെ കിട്ടണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അകത്തേക്ക് ഇട്ട് നോക്കാം ലെവലിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് കേട്ടോ. ഓക്കെ, ഇതിൻ്റെ എഞ്ചിനൊക്കെ നല്ല ക്ലീൻ ആട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, ലെവൽ ഓൾമോസ്റ്റ് ഓക്കെയാണ്, ലെവൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് എഞ്ചിൻ ഓയിൽ നമുക്ക് കൂടുതലൊന്നും ചെയ്യാനില്ല കേട്ടോ. അപ്പം ആ കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ നല്ല സമയം എടുക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂളിംഗ് സിസ്റ്റമാണ്. അതായത് നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ
ഇതിൻ്റെ എല്ലാ പൈപ്പുകളും ഹീറ്റ് ആവുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓയിൽ 2-3 തവണ ചെക്ക് ചെയ്ത് നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു മെഷർമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം ഓയിൽ കുഴപ്പമില്ല. നമുക്ക് ഇനി നേരെ നമുക്ക് സ്കാനിങ് കാര്യങ്ങളിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ സ്കാനർ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഞ്ചിൻ്റെ ടെമ്പറേച്ചർ അറിയാനും ബാക്കി ഡീറ്റെയിൽസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് ലൈവ് ഡാറ്റയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എഞ്ചിൻ ടെമ്പറേച്ചർ കിട്ടും, അതുപോലെ തന്നെ നമ്മുടെ റേഡിയേറ്റർ ഫാനിൻ്റെ സൈക്ലിങ് കിട്ടും. അപ്പം അതൊക്കെ നമുക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ കാറിൻ്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ എ സി ഒക്കെ ഓൺ ചെയ്തൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, എ സി നമ്മളിപ്പോൾ തന്നെ ഓഫ് ചെയ്യും. കൂളിംഗ് സിസ്റ്റം ചെക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും എ സി ഓൺ ആക്കി ഇടരുത്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഏറെക്കുറെ എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൻ്റെ ആകുംഭാഗം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം പിങ്ക് കളറിലുള്ള കൂളൻ്റാണ് ടൊയോട്ടയിൽ നോർമലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പിങ്ക് കളറിൽ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഇതോടെ തീരുന്നില്ല, നമുക്ക് കുറച്ച് സമയം ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്യണം. എവിടെയെങ്കിലും ലീക്കോ കാര്യങ്ങളോ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കണം കേട്ടോ. കാരണം നമ്മൾ കൂളൻറ്റിലേക്ക് മാറുമ്പോൾ നമുക്ക് ആ ഒരു റിസ്ക്കും കൂടെ ഉണ്ട്. പക്ഷെ നമ്മൾ ആ റിസ്ക് എടുത്തേ പറ്റുള്ളൂ. കാരണം ഇപ്പം കാണിക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ ഇപ്പം ക്ലിയർ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറേ കാലം വണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഇനി നോക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹോസുകളെല്ലാം ഹീറ്റ് ആവുന്നുണ്ടോയെന്നാണ് നോക്കുന്നത് കേട്ടോ. കാരണം നമ്മുടെ സർക്കുലേഷനൊക്കെ കറക്റ്റല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ഹോസുകളെല്ലാം ഹീറ്റ് ആവില്ല. മാത്രമല്ല നമ്മൾ പുറത്തേക്ക് എടുത്ത ആ ഒരു സെയിം ക്വാണ്ടിറ്റി കൂളൻ്റ് അകത്തേക്ക് പോയിട്ടില്ലെങ്കിൽ എല്ലാ സ്ഥലത്തേക്കും വെള്ളം എത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ എഞ്ചിനും ഓവർ ഹീറ്റ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഓൾമോസ്റ്റ് എല്ലാം ഓക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിനി ബാക്കിലെ ബ്രേക്കിൻ്റെ വർക്കെല്ലാം തീർത്തു, പുതിയ ബ്രേക്ക് പാഡൊക്കെ ഇട്ടു. അപ്പം നമ്മൾ ചെക്ക് ചെയ്തു ഇതിൻ്റെ ഗിയർ ഓയിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്ത് ഇതിൻ്റെ ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ ഗേസ്, അപ്പം നമ്മൾ സെക്കൻഡ് ഹാൻഡ് കാറുകൾ മേടിച്ച് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഇതുപോലെയുള്ള ഇൻസ്പെക്ഷൻ ചെയ്തിരിക്കണം. ചിലപ്പോൾ നമ്മൾ കുറേ വൈകിട്ടായിരിക്കും നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ കാറിൻ്റെ പ്രശ്നങ്ങൾ. അപ്പോഴേക്കും വണ്ടി ബ്രേക്ക് ഡൗൺ ഒക്കെ ആയിട്ടുണ്ടാവും. ഓക്കെ, ഞങ്ങളിപ്പോൾ എഞ്ചിൻ്റെ താഴ്ഭാഗമൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. വേറെ ഓയിൽ ലീക്കോ കാര്യങ്ങളോ കൂളൻ്റ് ലീക്കോ ഒന്നും തന്നെയില്ല. അപ്പം ഇതിൻ്റെ അടിഭാഗം നിങ്ങൾക്ക് കണ്ടറിയാൻ വേണ്ടി പറ്റുമോ, ചെറിയ തട്ടോ മുട്ടോ പോലും ഈ വണ്ടിക്ക് കിട്ടിയിട്ടില്ല, ഫുൾ പെർഫെക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിൽ നോക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു കേബിൾ താഴേക്ക് വീണ് കിടക്കുന്നുണ്ട്. അതിനെ നമുക്കതൊന്ന് ജസ്റ്റ് സെയിം പൊസിഷനിലേക്ക് ആക്കി വെക്കണം കേട്ടോ. ഓക്കെ, അപ്പം ചില വർക്കുകളൊക്കെ നടന്നു പോകുന്ന സമയത്ത് നമ്മൾ ചിലപ്പം അതൊരു നെവറാക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഭാവിയിലേക്ക് വേറെ ചില പ്രശ്നങ്ങളൊക്കെ ആയിട്ട് മാറാം. അപ്പോൾ നമ്മൾ അതെല്ലാം പ്രോപ്പറായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമ്മുടെ ചെക്കപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും. കാറിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും നമ്മൾ ചെക്ക് ചെയ്യും കേട്ടോ. കാരണം എവിടെയെങ്കിലും വയറിങ്ങോ കാര്യങ്ങളോ ലൂസായി കിടക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കും. മാത്രമല്ല നമ്മൾ ഇതിനൊരു മറ്റൊരു വർക്കും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഗ്യാരേജിലല്ല, നമ്മുടെ ഫ്രണ്ടിൻ്റെ ഗ്യാരേജിൽ നിന്നാണ്. ഓക്കെ, ഇതിൻ്റെ അകത്തേക്ക് ചെറുതായിട്ട് വെള്ളം ഇറങ്ങുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം കൊറോണയുടെ ഒക്കെ ഈ ഒരു സൈഡിലായിട്ട് പേസ്റ്റിനൊക്കെ ചെറിയ കംപ്ലയിൻസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ അതും കൂടെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓൾമോസ്റ്റ് ഇപ്പോൾ നമ്മൾ വെള്ളമൊക്കെ നനച്ചൊക്കെ നോക്കി കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നല്ലൊരു ഇറക്കത്തിലുള്ള കേട്ടോ. അപ്പോൾ നമ്മൾ സ്ഥിരം ഹാൻഡ് ബ്രേക്ക് ചെക്ക് ചെയ്യുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ ഗ്യാരേജിൻ്റെ അടുത്ത് തന്നെ, റഷ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസായിട്ട് വീണ്ടും കാണാം. വൈപ്പർ ബേഡും കൂടെ നമ്മൾ മാറ്റിയിട്ടുണ്ട്, ഹിഞ്ചസും നമ്മൾ മീൻസ് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.